ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു സ്റ്റേ ഹാപ്പി ആൾവേസ്. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. അത് ഹാപ്പിയായി ജീവിക്കാം. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് കൺസേൺ ആവാതെ ജീവിക്കുക. നിങ്ങൾ ഇപ്പോൾ പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. No one is born happy, but everyone is born with the ability to create happiness. നമ്മൾ നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ശ്രമിക്കാതെ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. നാം നമ്മളുടെ മനസ്സിലുള്ള സ്ട്രെസ് എല്ലാം എടുത്തു മാറ്റുക. നാം തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. മറ്റാരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരില്ല. എല്ലാവരും നമ്മുടെ തളർച്ച കാണാൻ ഇരിക്കുന്നവരാണ്. മാനസിക സംഘർഷങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാം. എല്ലാ പ്രശ്നങ്ങളും വിട്ടുകളയുക. ഒന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഏത് പ്രശ്നങ്ങളായാലും കൂളായിട്ട് കൈകാര്യം ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമുക്കിഷ്ടമില്ലാത്ത ജോബ് ആൻഡ് നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ അവയെ പോസിറ്റീവാക്കി എടുക്കുക. അത് നമ്മളെ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു. ഗ്രോത്ത് ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ച നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ ഏൺ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുക. അക്സെപ്റ്റ് ദ ലൈഫ്. ഏത് അവസ്ഥയിലും ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ്, നമ്മളൊരു ഹാപ്പിയുള്ള ഒരു അവസ്ഥയിലാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നാം നമ്മളിൽ വിശ്വസിക്കുക. നാം എന്തു ചെയ്താലും അത് ജേണലായി എഴുതുക. നാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. നാം നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുക. നാം നമുക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് പുറത്തേക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുക, അതെല്ലാം നാം ചെയ്യുക. നമുക്കിപ്പോൾ സന്തോഷമാണ് എങ്കിൽ സന്തോഷമായിട്ട് ചിരിക്കുക. കരയണമെന്ന് ദുഃഖമാണെങ്കിൽ നമ്മൾ കരയുക. മനസ്സ് തുറന്ന് തന്നെ കരയുക. നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ അകറ്റി നിർത്തുക. നമ്മുടെ ഗോൾസ് എഴുതുക. നാം നമ്മുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എഴുതുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നാം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്തു നിന്ന് ജീവിതത്തിന് പുതിയൊരു വെളിച്ചം ഉണ്ടാകുന്നു. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ചു പ്രവർത്തിച്ചു നാം സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവങ്ങളും ശീലങ്ങളും. അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എല്ലാം നമ്മൾ ആലോചിക്കുക. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ